ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരിക്കുമ്പോ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു എന്നൊരു സൂചന കൂടി കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാ ചെങ്കൽ മധു. അവന്റെ സഹോദരിയെയും ജനിക്കാനിരുന്ന കുഞ്ഞിനെയുമാണ് നിങ്ങളുടെ മകൻ വണ്ടിയിടിച്ച് കൊന്നത്. നിങ്ങളുടെ വണ്ടിയിടിച്ച പെൺകുട്ടി 2 മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. സാർ, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലോ. ആ കുട്ടി എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് അടിയതാ. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇപ്പൊ അത് കൊലക്കേസാണ്. പിന്നെ വേറൊരു കാര്യം, യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളിപ്പോ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. മനസ്സിലായില്ല. ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, അതേക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എങ്കിലറിയണം, അല്ലെങ്കിൽ ഏത് വഴിക്കാണ് പണി വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള സമയം പോലും കിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവര് തീർത്തു കളയും. ആരുടെ കാര്യം സാർ ഈ പറയുന്നേ? എടോ, താനിപ്പോഴും കഥയറിയാതെ ആട്ടം കാണുകയാ. മരിച്ച പെൺകുട്ടി ചില്ലറക്കാരിയല്ല, ഈ നഗരം ഭരിക്കുന്ന ഗുണ്ടയുടെ പെങ്ങളാ. അയാള് വെറുതെ ഇരിക്കുന്നു തനിക്ക് തോന്നുന്നുണ്ടോ? താൻ കേട്ട് കാണും, ചെങ്കൽ മധു. അവൻ പറയുന്ന കേട്ട് വെട്ടാനും കുത്താനും തയ്യാറായി ഒരു സൈന്യം തന്നെ ഉണ്ട് അവന്റെ കൂടെ. അവര് നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല. ഒരു കൊലപാതകം ഒഴിവാക്കാനാ ഇപ്പൊ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നത്. സാർ, എന്റെ മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. കാരണവരെ, പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഗുരുതരമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ SP-യുടെ ഉത്തരവുണ്ട്. എന്തിനാണെന്നറിയാമോ? നഗരത്തിൽ നാളെ ഒരു കൊലപാതകം ഉണ്ടാകാതിരിക്കാൻ. ഇപ്പൊ ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവന്മാര് വന്ന് നിങ്ങളുടെ മുന്നിലിട്ട് ഇവനെ കുത്തി കീറിക്കളയും. അത് കാണണോ നിങ്ങൾക്ക്? സർ, ഞാൻ വരാം. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. മരിക്കുമ്പോ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു എന്നൊരു സൂചന കൂടി കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാ ചെങ്കൽ മധു. അവന്റെ സഹോദരിയെയും ജനിക്കാനിരുന്ന കുഞ്ഞിനെയുമാണ് നിങ്ങളുടെ മകൻ വണ്ടിയിടിച്ച് കൊന്നത്. മോന്റെ ജീവൻ വേണമെങ്കിൽ പോയി അവന്റെ കാല് പിടിക്കേണ്ടി വരും. തൽക്കാലം ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അറസ്റ്റ് അല്ലാതെ വേറൊരു മാർഗവുമില്ല. വാടോ. കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എടോ, വന്ന് വണ്ടിയെ കയറ്. സാറേ, വേണ്ട. വേണ്ട. നീ ടെൻഷൻ ആവണ്ട, ഞാൻ പോയിട്ട് ഉടൻ തന്നെ വരും. അനുപേട്ട, മോനെ, മോനെ. കരയല്ലേ മോളെ.
എന്താണോ എന്തുപറ്റി? അനുപേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് അനുപേട്ടന് ജാമ്യം കിട്ടിയല്ലേ, പിന്നെന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തേ? എടോ, താൻ ടെൻഷൻ ആവണ്ട. ഇത് ഒരു ആക്സിഡന്റ് കേസല്ലേ, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ കേസ് മാത്രമേ വരൂ. അതിന് നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. ഇപ്പൊ തന്നെ ഞാൻ വക്കീലിനെ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഞാനിപ്പോ വരാം. എവിടെ തന്റെ മോൻ അനൂപ്? അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആരാണെന്ന് തനിക്ക് അറിയണല്ലോ. തന്റെ മോൻ വണ്ടി ഇടിച്ചു കൊന്ന ആരാന്ന് തനിക്കറിയാമോ? ചെങ്കൽ മധുവണ്ണന്റെ സഹോദരിയാ. മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, അവന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയതല്ലേ. അണ്ണന്റെ പെങ്ങളെ കൊന്നിട്ട് കയ്യബദ്ധം പറ്റിയെന്നോ? തന്റെ മോൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവനെ ഞങ്ങൾ അവിടെ വെച്ച് തീർക്കാനേ ചെയ്യും. പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി തന്നെ തീർക്കും. അണ്ണൻ ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ മോനെ ഒന്നും ചെയ്യരുത്. അവനൊരു പാവമാ, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. നീയൊക്കെ കാല് പിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അടിച്ചു പൊട്ടിക്കണല്ലോ. അയ്യോ, വേണ്ട. അയ്യോ, ഇങ്ങോട്ട് വാ. അയ്യോ, അമ്മേ. അയ്യോ, വാ.